ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നന്നായിരിക്കുന്നോ? കുറച്ച് ദിവസമായി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ട് എനിക്ക് വേറെ കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ. പക്ഷെ നിങ്ങൾ പറയുന്ന കമൻറ്റുകളിലൂടെ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോക്കാളും ഇഷ്ടം ഞാൻ പറയുന്ന കാര്യങ്ങളാണ്, എന്നെ അത്രയും ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യം കാര്യം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു നിമിഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെന്നറിയുമ്പോൾ ഇതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലീഫ് പ്ലാന്റ്സ്, ഗാർഡനിങ്, ഫ്ലവറിങ് പ്ലാന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഇടുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം എൻ്റെ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ഞാൻ അടുത്ത തവണ പറയേണ്ടതെന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അറിയാൻ പറ്റും. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇത് നിങ്ങളുടെ വീട്ടിൽ കിഴക്ക് ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അഭിവൃദ്ധി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഡിസംബർ അവസാന ദിവസമല്ലേ, പുതിയൊരു വർഷം, നിങ്ങൾക്ക് നല്ല ഭാഗ്യം, എന്ത് ചെയ്താൽ ഭാഗ്യം വരും എന്നൊക്കെ നോക്കി നിൽക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, പക്ഷെ എന്നാലും എല്ലാവർക്കും കുറച്ച് സമ്പാദ്യം, ആരോഗ്യം, സമാധാനം, ഗ്രോത്തൊക്കെ തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ ഇന്ന് പറയാമെന്ന്. ലക്കി ബാമ്പുവിൻ്റെ വിഭാഗത്തിൽ പെടുന്ന തന്നെ ഒരു പ്ലാന്റാണ് കേട്ടോ ഇതിനെ മിൽക്കി ബാമ്പു എന്ന് പറയും. ഡ്രക്സീന സുർക്കുലോസ എന്നുള്ള പേരിലുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിന് ഗോൾഡൻ പ്ലാന്റ്സ് എന്ന് പറയും, ഗോൾഡൻ സുർക്കുലോസ എന്നൊക്കെ പറയും. പിന്നെ മിൽക്കി ബാമ്പു എന്ന് പറയും. ബാമ്പു വിഭാഗത്തിൽ തന്നെ ലക്കി ബാമ്പു ഒക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ, ആ വിഭാഗത്തിൽ തന്നെ വരുന്ന സർക്കുലോസ ഗ്രൂപ്പിൽ വരുന്ന ഒരു പ്ലാന്റാണിത്. നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഗോൾഡൻ കളർ ഇതിനുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ ഗോൾഡൻ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത്. ഗോൾഡൻ സർക്കുലോസ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്. അത്ര കെയർ ഒന്നും വേണ്ട. നിങ്ങൾക്ക് കെയർ ചെയ്യാൻ മടിയാണെങ്കിൽ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലാന്റായത്. കൂടാതെ നമുക്ക് ലക്കും വരും. ഇനി നിങ്ങൾക്ക് മണ്ണിലെങ്ങാനും നടാൻ പ്രയാസമാണ്, ചളിയൊക്കെ കയ്യിലാവുന്ന ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോട്ടിൽ വെച്ചാൽ മതി. നമുക്ക് വാട്ടറിൽ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. നിങ്ങളൊരു ബോട്ടിലെങ്ങാനും കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് സൂപ്പറാണ്. പിന്നെ ബെഡ്റൂമിലൊന്നും കയറ്റി വെക്കരുത് കേട്ടോ, ബെഡ്റൂമിൽ വെക്കാൻ പാടില്ലാത്ത ചെടിയാണിത്. ഇത് നിങ്ങളുടെ ഡൈനിങ് ഹാളിലോ കിച്ചണിലോ ബാൽക്കണിയിലോ സ്റ്റെപ്പ് കയറി പോകുന്നിടത്തോ എവിടെ വേണമെങ്കിലും വെച്ചാൽ നല്ല ഷോ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ലക്കും വരും നമ്മുടെ വീട്ടിലേക്ക്, നമുക്ക് സമൃദ്ധി വരും, ആരോഗ്യം, ഹെൽത്ത് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിന് പൂക്കളുണ്ടാവും കേട്ടോ. പൂക്കൾ ഉണ്ടാവണമെങ്കിൽ കുറച്ച് വർഷം കഴിയണം. നമ്മളിത് നട്ടിട്ട് കുറച്ച് വർഷമായി, അതുകൊണ്ട് ഇവിടെ പൂക്കളുണ്ടായിരുന്നു. ഡിസംബറിൽ തന്നെയാണ് പൂക്കളുണ്ടാവുക. പക്ഷെ എന്ത് പറയാനാ, എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഈ സീഡ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഈ പൂക്കളൊക്കെ മറന്നുപോയി കേട്ടോ, അന്ന് നിങ്ങളെ കാണിക്കാനൊക്കെ വിട്ടുപോയി. അപ്പം നല്ലൊരു പ്ലാന്റാണിത്. ഇതിൽ തന്നെ 2 വെറൈറ്റീസാണുള്ളത്. ഒന്നിപ്പം ഞാൻ ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടേ ഉള്ളൂ, ഇതൊന്ന് സെറ്റാക്കണം ഇനി. മിൽക്കി ബാമ്പുവിൽ വരുന്ന ഈ ലാർജായിട്ട് ലീഫ് വരുന്നത് നമുക്ക് ആദ്യമേ ഉള്ളതാണ്. ഇപ്പം ഞാൻ പുതിയതായിട്ട് ഒന്ന് വെച്ചു, അത് നമുക്കൊന്ന് മെല്ലെ ശരിയാക്കി കൊണ്ടുവരണം. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഈ ബാമ്പു വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ് ഇതൊന്നും. ഈ അടുത്ത കാലത്താണ് മനസ്സിലായത് കേട്ടോ. അപ്പം ഞാനത് അതുകൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ലെക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹം, ലെക്കല്ലേ, എനിക്കും ലെക്കടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു, എനിക്ക് മെസ്സേജ് അയച്ചു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഭാഗ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, ഇങ്ങനെ പ്ലാൻസ് നോക്കിയിരുന്നോളൂ, എന്നാൽ പിന്നെ പൈസയൊക്കെ അങ്ങ് വന്നോളുന്ന്. അങ്ങനെ ദയവ് ചെയ്ത് പറയരുത്. പ്ലാൻസ് കൊണ്ട് ഒരിക്കലും നമുക്ക് അട്ടിക്കട്ടിക്ക് പൈസ കൊണ്ടുവരില്ല, പൈസയുടെ മരം തൊഴിയില്ല. അങ്ങനെയല്ല പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു പോസിറ്റിവിറ്റി, ഈ പ്ലാന്റ്സിനൊക്കെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എയർ പ്യൂരിഫിക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഡസ്റ്റും അങ്ങനത്തെ ആവശ്യമില്ലാത്ത, നമ്മുടെ വീട്ടിൽ ചുറ്റുപാടിലൊക്കെ നിറയെ അങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഉള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ അബ്സോർബ് ചെയ്ത് നമുക്ക് പോസിറ്റിവിറ്റി തരും. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇപ്പം എല്ലാവർക്കും ആവശ്യം മനസ്സമാധാനവും സന്തോഷവും അല്ലേ.
പിന്നെ ഫിനാൻഷ്യലി കുറച്ചുകൂടി സ്റ്റേബിൾ ആവണം എന്നൊക്കെ എല്ലാ ആൾക്കാർക്കും ആഗ്രഹം. അപ്പം നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആയിരിക്കുമ്പോൾ നമ്മുടെ വർക്കിങ്ങും സൂപ്പറായിട്ട് വരും. അപ്പം അതിൻ്റെ ഒരു കാര്യമായിട്ട് മാറ്റം നമ്മുടെ ലൈഫിൽ മൊത്തം വരും. എനർജി ലെവല് ഹൈ ആക്കാനുള്ള ക്വാളിറ്റി ഈ പ്ലാന്റ്സിനൊക്കെ ഉണ്ട്. അപ്പോൾ എനർജിയാണ് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത്, ഹൈ എനർജിയാണ്. അപ്പം അങ്ങനെയുള്ള എനർജി നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുകയാണ്, ഈ പ്ലാന്റ്സിനൊക്കെ അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നല്ലതാണ്, അത് നമുക്ക് പോസിറ്റിവിറ്റി തരുന്നത്. നിങ്ങൾ ഈ പ്ലാന്റ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പം പണിക്കൊന്നും പോകണ്ടല്ലോ, പൈസ വീട്ടിൽ കൊണ്ടുതരല്ലോ എന്ന് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചോദിക്കല്ലോ കേട്ടോ. അത് ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാ. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നെല്ലും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നില്ലേ, അതുപോലെ ചൈന, തായ്ലൻഡ് പറയുന്ന സ്ഥലങ്ങളിൽ ഈ ബാമ്പു ആണ് കൃഷി ചെയ്യുന്നത്. എന്നിട്ട് വ്യാവസായികമായിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യാണ്. ഇത്രയും വ്യാവസായികമായി ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു വാല്യൂ ഉണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കല്ല, അമേരിക്കയിലേക്ക് വരെ ഈ ബാംബൂസൊക്കെ ചൈനയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്, അവരാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എന്തോ ഒരു മാറ്റം, എന്തോ ഒരു പോസിറ്റീവ് കാര്യം ഇതിലുണ്ടാവും. അല്ലാതെ ഇത്രയും ബൾക്കായിട്ട് അവരൊന്നും ഇത് കൃഷി ചെയ്യില്ലല്ലോ. അപ്പം അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ എന്നെ പൊങ്കാലിടാൻ വന്നേക്കല്ലേ. സത്യത്തിൽ ഞാനല്ല ഇത് പറയുന്നത്, ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് കാലാകാലങ്ങളായിട്ട് ആളുകൾ പറയുന്ന എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അത്ര കെയർ വേണ്ടാത്തൊരു പ്ലാന്റാണ് ഇതെന്ന്. അതുപോലെ ഇതിന് സൺലൈറ്റും ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല കേട്ടോ. ഇതിനൊരു ഷെയ്ഡായിട്ടുള്ള സൺലൈറ്റാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാമെന്ന് പറയാം. ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഔട്ട്ഡോറിനേക്കാൾ നല്ല ഭംഗിയായിട്ട് ചെറിയ ലീഫായിട്ട് നല്ല ഭംഗിയിലാണ് ഇൻഡോറിൽ ഇരിക്കുന്നത്. ഞാനിത് ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാവുമ്പോൾ അധികം വെയിൽ, ഡയറക്റ്റ് വെയിലില്ലല്ലോ, ഒരു ലൈറ്റ് വെയിലല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ്. ഇനി ഇതിൻ്റെ പുതിയ തൈ പിടിപ്പിക്കണമെങ്കിൽ തന്നെ അടിയിലുള്ള വണ്ണം കൂടിയതല്ലാതെ ഈ കമ്പ് വെച്ചാണ് കേട്ടോ പിടിപ്പിക്കേണ്ടത്. ഈ കമ്പ് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയ തൈ വരികയോ ഇല വരികയോ അതൊന്നും കാണില്ല. നമ്മൾ ഇല വരിക എന്ന് വെച്ചാണല്ലോ നോക്കി നിൽക്കുക. അപ്പോൾ ഇല വരുമെന്ന് വിചാരിക്കുക വേണ്ട. ഇത് എപ്പോഴും പുതിയ പ്ലാന്റ് വരിക, മണ്ണിൽ നിന്ന് പുതിയൊരു മുളച്ച് വരും എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയാണ് വരിക. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇലകളല്ലേ വരിക. ഇതങ്ങനെയല്ല, ഇതൊരു പുതിയ പ്ലാന്റായിട്ട് താഴെ നിന്നൊരു പുതിയ മുളയായിട്ടാട്ടോ വരിക. അപ്പോൾ നിങ്ങളിത് നട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞ് പുതിയത് ലീഫൊന്നും വരായിട്ട് വിഷമിക്കണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുതിയൊരു പ്ലാന്റായിട്ട് ഇങ്ങനെ വരുന്നു കാണാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലീഫിനൊക്കെ വെയിൽ ഇങ്ങനെ ഭയങ്കര വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡല്ലായി പോകും കേട്ടോ. അപ്പോൾ അത് വെയിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പ്ലാന്റ് വേറെ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്ത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കമ്പ് വെച്ച് പുതിയത് തൈ നടുക. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, നനവിൻ്റെ കാര്യം, നനവുണ്ടെങ്കിൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നനവൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ പ്ലാന്റ് വെക്കുക കേട്ടോ. നിങ്ങൾ ഈ പ്ലാന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പ്ലാന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എൻ്റെ പ്ലാന്റ്സിന് ആദ്യം ഭയങ്കര വിഷയമായിരുന്നു ഒരു പ്രശ്നമാണ് ഈ കീടങ്ങളെ ആക്രമണം. എന്ത് ചെയ്താലും കീടങ്ങൾ. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നീം ഓയിലും സോപ്പ് മിക്സും വാട്ടറും കൂടി മിക്സ് ചെയ്ത് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഏറ്റവും എഫക്റ്റീവ് നീം ഓയിലാണെന്ന് ഞാൻ പറയും. ഈ പ്ലാന്റിന് ഒട്ടും കീടം വരില്ല. എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല അത് എന്തുകൊണ്ടാണ്. ഇതൊരു മുള ഇനത്തിൽ വരുന്ന പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. കീടം എന്ന് പറഞ്ഞ സാധനം ഇതിന് വരികയില്ല. ആകെ വരെ ഇതിൻ്റെ ലീഫിൽ ഇങ്ങനെ പൊടി പിടിക്കുക മാത്രമാണ്. കുറച്ച് വലിയ ലീഫാണല്ലോ, പിന്നെ ഇതിന് എപ്പോഴും ഒരു ഇളക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിങ്ങനെ കാറ്റിലൊക്കെ ഇതിങ്ങനെ അങ്ങനെയാണല്ലോ ഇത് വളരുക. നല്ല പൊടി ഉണ്ടാവും ലീഫിൽ. അപ്പോൾ അതിന് സ്പ്രേ ചെയ്ത് വിടാറുണ്ട് വെള്ളം. അങ്ങനെയാണ് ഞാൻ ആക്കാറുള്ളത്. പിന്നെ വലിയ കെയർ ഒന്നും വേണ്ട. ആർക്കും വളർത്താൻ പറ്റുന്ന, എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന, ബ്രൈറ്റ് സൺലൈറ്റ് കൊടുക്കാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് അങ്ങനെ എല്ലുപൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റ് മിക്സ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സാണ്. അതിലേക്ക് ജസ്റ്റ് നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിൽ ഈ രണ്ടാമത്തെ വൈറ്റ് ഇതിൽ ഗ്രീൻ ഡോട്ടായിട്ടുള്ള ഇത് ഞാനൊരു പോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ചെറിയൊരു വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക. ഒരു 10 ദിവസം
ഷെയ്ഡിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു സൺലൈറ്റ് ചെറിയ രീതിയിൽ കിട്ടുന്ന രീതിയിൽ വെച്ച് ഷെയ്ഡിൽ വെച്ചിട്ട് എന്നെ വളർത്താനാണ്, ഷെയ്ഡിൽ തന്നെ വെച്ചിട്ട് വളർത്തണം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്ലാന്റാണിത്. ഇനി നമ്മൾ ഇത് വളർന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസം അത്രയ്ക്കൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇതിന് പോട്ടിങ്സിൽ എക്സ്ട്രാ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സാധാരണ ചെടികൾ പോലെ, അതാ ഞാൻ പറഞ്ഞ കെയറിങ് ഒട്ടും വേണ്ട. നമ്മുടെ നാടൻ ചെടികൾക്കൊക്കെ നമ്മൾ വല്ലപ്പോഴും അല്ലേ വളമൊക്കെ പിന്നെ ഇട്ട് കൊടുക്കുക, അതുപോലെ ഇട്ടാൽ മതി. ഒരു 6 മാസം കഴിഞ്ഞാൽ കുറച്ച് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഫെർട്ടിലൈസറൊന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ഒരു കെയറും ചെയ്യേണ്ടാത്ത നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. വലിയ രീതിയിലുള്ള കീടങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. പിന്നെ ചൈനക്കാർ പറഞ്ഞത് ഇത് നിറയെ പോസിറ്റിവിറ്റി തരുന്നുണ്ട് എന്നാണ്. നിങ്ങളെ വീട്ടിലേക്ക് പോസിറ്റിവിറ്റി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വിശ്വാസം ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ചുമ്മാ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി വരുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുക. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ പ്ലാന്റ്സിനെ പറ്റി പറയേണ്ട അത്യാവശ്യം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വലിയ കെയറിങ്ങൊന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് പിന്നെ പ്രത്യേകമായിട്ട് ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഇന്ന് അവസാന ദിവസമാണ് നമ്മുടെ ഈ വർഷത്തിൻ്റെ 2024 അങ്ങനെ മാഞ്ഞു പോവുകയാണ്. അപ്പം നമുക്ക് ഈ വർഷത്തിൻ്റെ സമയം തീർന്നു. ഇനി നമുക്ക് പുതിയ പ്രതീക്ഷകളാണ്. കൊഴിഞ്ഞു പോയ ദിനങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ മോശം അനുഭവങ്ങൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആ സമയത്ത് നമുക്കത് അനുഭവിക്കാനുള്ളതായിരുന്നു, അതുകൊണ്ട് നമ്മളത് അനുഭവിക്കേണ്ടി വന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനി നമുക്ക് നല്ല അവസരങ്ങൾ, പ്രതീക്ഷകൾ, സാധ്യതകൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ നമുക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മളിലേക്ക് എല്ലാം വരും കേട്ടോ. നമുക്കൊരു പുതിയ തുടക്കം. ഇന്നലകൾ എന്തായിരുന്നു നമുക്ക് വിട്ടുകളയാം. നമ്മളെന്ന വ്യക്തി ഇപ്പോഴും ഉണ്ടല്ലോ, സ്ട്രോങ് ആയിട്ട് തന്നെ. അപ്പം നമുക്കൊരു പുതിയ തുടക്കം തുടങ്ങാം. ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷം, സ്നേഹവും വെച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അപ്പോൾ ഇന്നലകൾ അങ്ങ് മാഞ്ഞു പോയി. ഇന്ന് ഈ നിമിഷമുണ്ട്. നമ്മൾ നാളേക്കോ മറ്റന്നാളത്തേക്കോ ഒന്നും വേണ്ടി ഓവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മളാളുകൾ മനസ്സിലാക്കുന്നില്ല, പിന്നെ അവരോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുക. അത് ഈ 2025 നിങ്ങളൊന്ന് നിർത്തുക. നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമുള്ള കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ എന്താ ഓടുന്നതെന്ന് ഓപ്പോസിറ്റ് ആൾക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ ശാന്തമായിട്ട് സംസാരിക്കാൻ നോക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു സാധനം ഒരാൾക്ക് എടുത്തു കൊടുക്കണം. അപ്പോൾ ആ ആൾ പറയാണ് അതിങ്ങെടുക്ക്, അല്ലെങ്കിൽ ഒരാൾ പറയാം അതൊന്ന് എടുത്തു തരുമോയെന്ന്. ഈ രണ്ടെണ്ണത്തിന് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങളിപ്പോൾ ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ ചിലപ്പോൾ അതിങ്ങ് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഈ പണിയിലല്ലേ, നിങ്ങളങ്ങ് എടുത്തോളൂ എന്ന് പറയും. അല്ലെങ്കിൽ നീ എടുത്തോ, അങ്ങനെ നമ്മളങ്ങ് പറയും. ഞാനിപ്പോൾ പണിയെടുക്കുന്നതായിട്ടില്ലേ, നീ അങ്ങ് എടുത്തോന്ന്. ആ സ്ഥലത്ത് അതൊന്ന് എടുത്ത് തരുമോ എന്നാണ് ആ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാം നീ അങ്ങ് എടുത്തോന്നായിരിക്കില്ല, നമ്മൾ പറയാം ഇപ്പോൾ എടുത്തു തരേന്നാ. എന്ന് വെച്ചാൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മളോട് ഒരാൾ റിക്വസ്റ്റ് പോലെ ചോദിക്കുക, അല്ലെങ്കിൽ അതൊന്ന് ചെയ്തു തരുമോ, അങ്ങനെ ഒരു സോഫ്റ്റായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളെ റിപ്ലൈ എപ്പോഴും ശാന്തമായിട്ടേക്ക്. അപ്പം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എപ്പോഴും റോങ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റിന് റോങ് ആയിട്ടാണ് വരിക. എന്നിട്ട് നമ്മൾ സ്വയം കരയും. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് വഴക്കിട്ടുന്നു. സത്യത്തിൽ ആദ്യം തുടങ്ങിയത് നിങ്ങളാണ്, അത് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പം നിങ്ങൾ വളരെ സോഫ്റ്റായിട്ട് ശാന്തമായിട്ട് ഈ വർഷമെങ്കിലും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് സോഫ്റ്റായിട്ട് ശാന്തമായിട്ട് ഓപ്പോസിറ്റ് ആളോട് പറയാം. ഒരുപാട് മറ്റൊരാൾ മനസ്സുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ജോലിക്കാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അവിടേക്ക് എത്തിപ്പെടുക. ഇനി ഫാമിലി ലൈഫിലാണ് ഇഷ്യൂസ് ഉള്ളതെങ്കിൽ സന്തോഷമാണ് എല്ലാവർക്കും വേണ്ടത്. സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് മറ്റുള്ളവരോട് അവതരിപ്പിക്കുക. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തവരായിട്ട് ലോകത്താരുമില്ല. നിങ്ങൾ എങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്നു അതുപോലെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ റിഫ്ലക്ഷൻ വരിക. അപ്പോൾ നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അംബീഷ്യസ് ആയിട്ട് മുന്നോട്ട് പോവുക. ഈ 2026 ആകുമ്പോഴത്തേക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും, ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. നിങ്ങൾ സ്വയം മാറാൻ തയ്യാറാണെങ്കിൽ ലോകം മുഴുവൻ മാറാൻ കാത്തിരിക്കുകയാണ്. ആദ്യം നിങ്ങളാണ് മാറേണ്ടത്. നിങ്ങൾ മാറുക. 2025 ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആവാൻ നോക്കുക. നല്ല വ്യക്തി എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം. സന്തോഷവും സമാധാനവും അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്.
പിന്നെ കർമ്മ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ വരിക. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു അടിപൊളി ലൈഫായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ യൂണിവേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയത്തില്ല ഭാവിയിൽ നമുക്ക് വരുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്. നിങ്ങളെ നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും വളരെ ശാന്തമായി സൗമ്യമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് വിചാരിച്ച് റോങ് ആവേണ്ട സ്ഥലത്തും ഷൗട്ട് ചെയ്യേണ്ട സ്ഥലത്തും നിങ്ങൾ ഷൗട്ട് ചെയ്തോളൂ കേട്ടോ. ഗാന്ധിജിയൊന്നും ആവാൻ നിൽക്കേണ്ട കേട്ടോ. പക്ഷേ നമ്മളൊരു സംനയനം പാലിച്ച കുറച്ച് ക്ഷമ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഫാമിലി ലൈഫാണ് ഈ ലോകത്തെ ഏറ്റവും വലുത്, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. വീട്ടിലെ സമാധാനമാണ് ജീവിതത്തിന് സമാധാനം. അപ്പോൾ സന്തോഷമായി സമാധാനം ഇരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക. ഒരുപാട് കമൻറ്റ് കണ്ടു, എൻ്റെ പോസിറ്റീവ് മോട്ടിവേഷൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. അത് സന്തോഷമാണ് എനിക്ക്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. 1-2 വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാൻ പറയില്ലായിരുന്നു. പക്ഷേ നിങ്ങളിത് പറയണം. ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പുതിയൊരു ദിവസം, പുതിയൊരു വർഷം ഏറ്റവും അടിപൊളി, നല്ല അടിപൊളി എന്ന് പറയാൻ ശരിക്കും പാടില്ല, സൂപ്പറായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ, എല്ലാ ആഗ്രഹവും സാധിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.